സ്നേഹമുള്ളവരെ, മംഗളവാർത്തക്കാലത്തിലെ രണ്ടാം ഞായറാഴ്ചയിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ അനുഭവങ്ങൾ നൽകുന്ന മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്ന കാലഘട്ടമാണിത്. അതോടൊപ്പം ആഗോള സഭയിൽ അത്ഭുതകരമായ സമാധാനത്തിൻ്റെ തരംഗം കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ആഫ്രിക്കയിൽ ഉള്ള കത്തീഡ്രലിൽ ഒരാഴ്ച മുന്നിട്ട് തന്നെ കരുണയുടെ ജൂബിലി വർഷത്തിൻ്റെ ആരംഭം കുറിച്ചു. വീണ്ടും അടുത്ത ദിവസങ്ങളിൽ റോമിൽ കരുണയുടെ ജൂബിലി വർഷത്തിൻ്റെ കവാടം തുറക്കും. അങ്ങനെ ഈ മംഗളവാർത്ത കാലം ദൈവത്തിൻ്റെ കരുണയുടെ മനുഷ്യാവതാരമാണ്. കരുണയുടെ മനുഷ്യാവതാരം. ആ കരുണാസമ്പന്നനായ ദൈവം മനുഷ്യനായി അവതരിച്ചുകൊണ്ട് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. പിതാവിനെ നമ്മളെങ്ങനെയാണ് കാണുക? അദൃശ്യനായ പിതാവിനെ ദൃശ്യനായി നമ്മൾ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ രഹസ്യങ്ങളാണ് നമ്മൾ വിചിന്തനം ചെയ്തത്. ഈ ഞായറാഴ്ചത്തെ നമ്മുടെ വചനഭാഗങ്ങളിൽ ഏറ്റവും സുവിശേഷത്തിലെ ലൂക്കായുടെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവതാര രഹസ്യങ്ങളെക്കുറിച്ചുള്ള ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ 26 മുതൽ 38 വരെയുള്ള വചനങ്ങൾ മംഗളവാർത്ത, ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ മറിയത്തോട് നൽകിയ സന്ദേശം. ഈ സുവിശേഷ ഭാഗം വാസ്തവത്തിൽ സഭയുടെ ആരാധനാക്രമത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വായിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. കാരണം മാതാവിൻ്റെ എല്ലാ തിരുനാളുകളിലും മിക്കവാറും ഈ സുവിശേഷ ഭാഗമാണ് വായിക്കാറുള്ളത്. അങ്ങനെ ഏതാണ്ട് 8 പ്രാവശ്യമെങ്കിലും ഈ സുവിശേഷ ഭാഗം നമ്മളുടെ ആരാധനാക്രമത്തിൽ ഒരു വർഷം വായിക്കുന്നുണ്ട്. അതുകൂടാതെ മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പെരുന്നാളുകൾ വേറെ ലോക്കലായിട്ട് പള്ളികളിലൊക്കെ ആഘോഷിക്കുമ്പോൾ ഇത് വായിക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്ന വലിയ രഹസ്യങ്ങളാണ് നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മികതയുടെ തായ്വേര്, ദ ഫൗണ്ടേഷൻ. നമ്മുടെ പ്രാർത്ഥനയുടെ തന്നെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും, അല്ലെങ്കിൽ എല്ലാത്തിലും വലിയ പ്രാർത്ഥന, അല്ലെങ്കിൽ എല്ലാ ദിവസവും അടിസ്ഥാനപരമായ ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ മാലാഖ എന്നുള്ള പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ പൂർത്തിയാകട്ടെ. ഇതെല്ലാം ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. അങ്ങനെയാണ് മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയാവുന്നത്. വചനവും പരിശുദ്ധാത്മാവും മറിയത്തിൻ്റെ ഗർഭത്തിൽ ഒന്നിച്ചു ചേർന്നു. സ്നേഹമുള്ളവരെ, ഈ മംഗളവാർത്ത കാലത്ത് നമ്മൾ ചിന്തിക്കുന്ന ഈശോയുടെ ആഗമനത്തെക്കുറിച്ച് കർത്താവേ വേഗം എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ രഹസ്യമാണ് ഈ മനുഷ്യാവതാരം. അതിനെക്കുറിച്ച് ആഴമായി പഠിക്കേണ്ടതും വിചിന്തനം ചെയ്യേണ്ടതും ഓരോ പ്രായത്തിലും വളരുമ്പോൾ പൂർണ്ണമായ അറിവിലേക്ക് വരേണ്ടതുമാണ്. എന്തിനാണ് വചനം മാംസമായത്? മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം എന്താണ്?
ഇതിനെക്കുറിച്ച് തന്നെയാണ് ഏശയ്യായുടെ പ്രവചനങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. ഏശയ്യായുടെ പ്രവചനം 43 അധ്യായം കഴിഞ്ഞ ഞായറാഴ്ചയും അതുതന്നെയായിരുന്നു. ഏശയ്യായുടെ പുസ്തകത്തിൽ 42 മുതൽ 53 വരെയുള്ള അധ്യായങ്ങൾ കർത്താവിൻ്റെ ദാസനെ കുറിച്ചുള്ള പ്രവചന ഗീതങ്ങളാണ്. പല പണ്ഡിതന്മാരും പറയുന്നത് ഏശയ്യായുടെ പ്രവചനങ്ങൾ 5-ാമത്തെ സുവിശേഷം എന്താണ്. ഈശോ തന്നെ എപ്പോഴും എടുത്തു പറയാറുള്ളതും ഈശോയുടെ ജീവിതത്തിൽ വളരെയധികം കാണുന്ന വചനങ്ങളാണ് ഇതെല്ലാം. ആ പഴയ നിയമത്തിലെ പുതിയ നിയമം, പഴയ നിയമ പ്രവചനങ്ങളിൽ കാണുന്ന യേശുവിനെ നമുക്കിവിടെ കാണാം. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്നെക്കുറിച്ച് മോശയുടെ പുസ്തകങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. സ്നേഹമുള്ളവരെ, പഴയ നിയമം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഉത്ഥിതനായ കർത്താവീശോ മിശിഹായുടെ കണ്ണുകളിലൂടെ നോക്കി വായിക്കണം എന്ന് കാറ്റക്കിസത്തിൽ ഒരു ഭാഗമുണ്ട്. കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ 129 ഖണ്ഡികയിലാണെന്ന് പറയുന്നത്. 129 ഖണ്ഡികയിൽ പറയുന്നത്, അതിനാൽ മരിച്ചുത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത്. മരിച്ചുത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ അതിനുണ്ടായിരുന്ന അർത്ഥവും വ്യാപ്തിയിനേക്കാൾ കൂടുതലായിട്ട് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ അതിൻ്റെ വ്യാപ്തി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഏശയ്യാ പ്രവചനത്തിൽ വളരെ മനോഹരമായി പ്രവചിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ദൈവം അരുളി ചെയ്യുന്നു, 25-ാമത്തെ വചനം, 43 അധ്യായം 25-ാമത്തെ വചനം പറയുന്നത്, എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. കർത്താവ് അരുളി ചെയ്യുകയാണ്, മനുഷ്യന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുക പോലുമില്ല. അതാണ് സ്നേഹമുള്ളവരെ പുതിയ നിയമം. പഴയ നിയമത്തിൽ പാപം ക്ഷമിക്കാൻ ദൈവപിതാവിന് മാത്രമേ അധികാരമുണ്ടായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ആ ക്ഷമിക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ എല്ലാവർക്കും കൃപ കൊടുക്കുകയാണ്. കർത്താവ് ഈശോ മിശിഹ വന്നിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല, നീ എന്നെ ഓർമ്മിപ്പിക്കുക, നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക. നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു. സ്നേഹമുള്ളവരെ, ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രസക്തമായ ഒരു കാര്യം. എന്തിനാണ് യേശുക്രിസ്തു വന്നത്? യേശുക്രിസ്തു വന്നത് നമുക്ക് സുഖസമൃദ്ധമായ ഒരു ജീവിതം നൽകാൻ വേണ്ടി എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിലുള്ള സകല പാപങ്ങളെയും തുടച്ചു മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെ ഈ പാപം ഉണ്ടായി? ഇവിടെ പറയുകയാണ്, നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു, നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു, നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. അതുകൊണ്ട് യാക്കോബിന്റെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിന്റെ നിന്ദയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു. ഇനി രക്ഷയുടെ വരവായി. എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്കുക. 3-ാമത്തെ വചനം പറയുകയാണ് 44-ാം അധ്യായത്തിൽ, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. സ്നേഹമുള്ളവരെ, ജലത്തിൽ സസ്യങ്ങളും ഞാൻ കർത്താവിൻ്റെതാണ്. ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിന്റെ നാമം സ്വീകരിക്കും, മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവനെന്ന് മുദ്രണം ചെയ്യും. ഇതെല്ലാം സുവിശേഷമാണ്.
പാപം ചെയ്ത മനുഷ്യനെ ആ പാപം തുടച്ചു മാറ്റുന്ന പുതിയൊരു ജീവിതം നൽകുന്നതിൻ്റെ പ്രതീകമാണ് വരണ്ട ഭൂമിയിൽ ജലം, ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. സ്നേഹമുള്ളവരെയും, ഈ സംഭവമാണ് പുതിയ നിയമത്തിൽ കർത്താവ് ഈശോ മിശിഹായുടെ വരവിലൂടെ മനുഷ്യാവതാരത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ആ മനുഷ്യാവതാരത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കുർബാനയിൽ, കൂദാശ, അനാഫറ പ്രാർത്ഥനയിൽ ഈ മനുഷ്യാവതാര രഹസ്യം എല്ലാ ദിവസവും നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൂദാശ വചനങ്ങൾക്ക് മുമ്പും അതിനുശേഷവും ഉള്ള പ്രാർത്ഥനകൾ. നമ്മുടെ സിറോ മലബാർ കുർബാനയിൽ, അനാഫറ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ വരുന്നത് വചനമാംസമായി. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. മറിയം ഗർഭവതിയായി, പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി. അപ്പോ എങ്ങനെയാണ് ആ വചിച്ചത്? എന്താണ് ആ വചനത്തിലൂടെ ഉണ്ടായത്? വചനം മാംസമായി. വചനം ദൈവം ആണെന്നുള്ള ആ അടിസ്ഥാന തത്വമാണ്. വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായി അവതരിക്കുന്നു. മനുഷ്യാവതാരത്തിന്റെ അങ്ങയോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി. ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ കൂദാശ വചനങ്ങൾക്ക് ശേഷം ഉള്ള അനാഫറ പ്രാർത്ഥനയിൽ നീ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ. അതാണ് മനുഷ്യാവതാര രഹസ്യത്തിന്റെ മറ്റൊരു കാര്യം. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. കണ്ടോ, പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു. പാപികളായ നമ്മളെ അന്വേഷിച്ച് നടക്കുന്ന പോലീസുകാരനോ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു പോലീസുകാരന്റെ മാതിരി അല്ല ദൈവം വന്നത്. പാപികളായ നമ്മളെ അന്വേഷിച്ച് നടന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മളെ തോളിലേറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പിതാവാണ്. മനുഷ്യാവതാര രഹസ്യത്തിൽ നമ്മൾ പഠിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൽ മനുഷ്യാവതാരത്തെ വചനം മാംസമായത് എന്തിനാണ് 5 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ തുടിച്ചു നിൽക്കുന്ന 1-2 കാര്യം ഇതാണ്. ഒന്ന്, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഗബ്രിയേൽ മാലാഖ മറിയത്തിനോട് പറയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. എന്താണ് ഈ കൃപ? വളരെയധികം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ കൃപ. കൃപ എന്നത് എന്താണ്? കൃപ എന്നത് ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപ എന്ന് പറയുന്നു. ഇറ്റ്സ് എ പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിവൈൻ നേച്ചർ ഇൻ ടു ഹ്യൂമൻ നേച്ചർ. ഇറ്റ്സ് എ പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിവൈൻ ലൈഫ് ഇൻ ടു ഹ്യൂമൻ ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ലൈഫ് ടു ഡിവൈൻ ലൈഫ്. ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിച്ച് മാനുഷികതയെ വിശുദ്ധീകരിച്ച് നീതീകരിച്ച് ശക്തീകരിച്ച് മഹത്വീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് കൃപ എന്ന് പറയുന്നത്.
പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിവൈൻ ലൈഫ് ഇൻ ടു ഹ്യൂമൻ ലൈഫ്. നമ്മളെല്ലാ പ്രാർത്ഥനയിലും നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കൃപ ഒഴുകുകയാണ്. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആ കൃപ അതിൻ്റെ ഉച്ചകോടിയിൽ അനുഭവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ മറിയം, കൃപ നിറഞ്ഞവൾ, ദൈവിക സ്വഭാവത്തിന്റെ പൂർണ്ണത മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കൂടെ ദൈവത്തിന്റെ അമ്മയാകാനുള്ള സിംഗുലർ ആ ഒരു ഭാഗ്യം ലഭിച്ച അവസ്ഥ. ഇനി രണ്ടാമത്തെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, നീ അവന് യേശു എന്ന് പേരിടണം. മാലാഖ മറിയത്തിനോട് പറയുകയാണ്, നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പേരിടണം. യേശു എന്ന പേര് നമുക്ക് എല്ലാവർക്കും നമ്മുടെ അധരങ്ങളിൽ ധാരാളമുണ്ട്. പക്ഷെ എന്താണ് ആ പേരിന്റെ അർത്ഥം? യേശു എന്ന പേര് എൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ മതബോധന ഗ്രന്ഥത്തിൽ 430 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, യേശു എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ ദൈവം രക്ഷിക്കുന്നു എന്നാണ്. മംഗളവാർത്ത വേളയിൽ രക്ഷകന്റെ പ്രത്യേക സംജ്ഞയായി ഗബ്രിയേൽ മാലാഖ നൽകുന്നത് യേശു എന്ന നാമമാണ്. അത് അവിടുത്തെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ അവിടുത്തെ നിത്യപുത്രനും മനുഷ്യനായി അവതരിച്ചവനുമായ യേശുവിൽ അവിടുന്ന് തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ മനുഷ്യരെ പ്രതിയുള്ള രക്ഷാ ചരിത്രം മുഴുവൻ ദൈവം യേശുവിൽ സംക്ഷിപ്തമായി ആവിഷ്കരിച്ചിരിക്കുന്നു. യേശുവിൽ ദൈവത്തിന് മാത്രമേ ഒരുവന്റെ പാപം അകറ്റാൻ സാധിക്കുകയുള്ളൂ. യേശു എന്ന ഹീബ്രു പദത്തിനർത്ഥം ദൈവം രക്ഷിക്കുന്നു, ഗോഡ് സേവ്സ്. നമ്മൾ ഒരാളിങ്ങനെ സപ്പോസ് ഉദാഹരണത്തിന് ഒരാൾ മദ്യപിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ തലയെ കൈ വെച്ച് പറയണം, എൻ്റെ യേശുവേ. വളരെ നല്ല പ്രാർത്ഥനയാണ്. അതിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കട്ടെ നിന്നെ, വേറെ ഒന്നിനും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ദൈവം രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവം വ്യക്തിത്വമാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ ദൈവമാണ്. രക്ഷിക്കുന്നു എന്നത് ദൗത്യമാണ്. അപ്പോൾ ആ യേശു എന്ന സംജ്ഞയിൽ രണ്ട് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്താണത്? വ്യക്തിത്വവും ദൗത്യവും. ഇത് ചെറിയ കാര്യങ്ങളായാലും ഇത് മനസ്സിലാകുമ്പോഴാണ്. നമ്മളിപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഒരാൾ വളരെ വലിയ മോശമായ പാപകരമായ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ അവനെ കുറ്റപ്പെടുത്തി, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യരുത്, എന്തുകൊണ്ടാണ് നീ ഇതിങ്ങനെ ചെയ്യണേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ യേശുവിനെ മനസ്സിലാക്കുന്നില്ല. അവനിലുള്ള പാപത്തെ മാറ്റാൻ യേശുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. ദൈവം രക്ഷിക്കുന്നു, ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. മനുഷ്യന് അവന്റെ പാപത്തിൽ നിന്ന് സ്വയം മോചിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രഹസ്യം ഇതിൽ തുടിക്കുകയാണ്. ദൈവം രക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് മാലാഖ പറഞ്ഞത്, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും. ഈ വലിയവൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയവൻ? അവന് മുകളിൽ വേറെ ആരുമില്ല. ആ അർത്ഥത്തിലാണ് അവൻ വലിയവൻ എന്ന് മനസ്സിലാക്കേണ്ടത്. ഹീസ് ദ ലോർഡ്, അത്യുന്നതൻ, സർവാധിപൻ. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അതുപോലെ തന്നെ യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും അവൻ ഭരണം നടത്തും. കേട്ടോ, എന്നേക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. ഇതെല്ലാം ഓരോ വാക്കിലും ഒരാശയ പ്രവചനം നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അതിനുശേഷം മാതാവ് ആ വചനം സ്വീകരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ പൂർത്തിയാകട്ടെ. അതാണ് കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി. സ്നേഹമുള്ളവരെ, അപ്പോൾ യേശു, കൃപ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ
കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 456 മുതൽ 60 വരെയുള്ള 5 സ്റ്റാൻസകളിൽ വചനം മാംസമായത് എന്തിന്, വചനം മാംസമായത് എന്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇത് അല്പം ഗഹനമാണ്. എങ്കിലും നമ്മുടെ ഈ ആഗമന കാലത്ത് നമ്മൾ പിറവിത്തിരുനാളിന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ എന്താണ് ഈ പിറവിത്തിരുനാളിൻ്റെ ആഴമായ അർത്ഥം എന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ അടിത്തറമാകണം. നമ്മൾ തോരണം കെട്ടുന്നു, നക്ഷത്രം തൂക്കുന്നു, അപ്പൂപ്പൻ താടി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും പാട്ടും ആഘോഷവും എല്ലാം ബാഹ്യമായിട്ട് എന്തൊക്കെ ചെയ്താലും അതുകൊണ്ടൊന്നും ഉണ്ണിപ്പിറക്കാൻ ഉണ്ണിപ്പിറവിന്റെ അനുഭവം നമുക്കുണ്ടാകാൻ പോകുന്നില്ല. മനുഷ്യാവതാരമാണ് അവിടുത്തെ രഹസ്യം. വചനം മാംസമായത് എന്തിന്? പോയിന്റ് നമ്പർ 1, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. അതാണ് നമ്പർ 1. രണ്ടാമത്, വചനം മാംസമായത് എന്തിന്? പോയിന്റ് നമ്പർ 2, ദൈവവുമായി നമ്മെ രഞ്ജിപ്പിച്ച് ദൈവത്തിന്റെ മുൻകൈയെടുക്കൽ, ഇനിഷ്യേഷൻ ഫ്രം ഗോഡ്. ദൈവവുമായി നമ്മെ രഞ്ജിപ്പിച്ച് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി വചനം മാംസമായി. ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപപരിഹാരത്തിനായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു. പിതാവ് പുത്രനെ ലോകരക്ഷകനായി അയച്ചു. പാപങ്ങൾ നിവാരണം ചെയ്യാനായി അവിടുന്ന് ആഗതനായി. പാപങ്ങൾ നിവാരണം ചെയ്യാനായി അവിടുന്ന് ആഗതനായി. ആരാണ് പാപങ്ങൾ മാറ്റുന്നത്? ദൈവം തന്നെയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് വിശുദ്ധ ഗ്രിഗറി, നൈസായിലെ വിശുദ്ധ ഗ്രിഗറി പറഞ്ഞിരിക്കുന്നത് കാറ്റഗിസത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: രോഗഗ്രസ്തമായ നമ്മുടെ പ്രകൃതിക്ക് വൈദ്യനെ ആവശ്യമായിരുന്നു. അധപ്പതിച്ച മനുഷ്യന് സമുദ്ധാരകനെ വേണ്ടിയിരുന്നു. മൃതനായവന് ജീവദായകനെ ആവശ്യമായിരുന്നു. നന്മയുടെ ഭാഗഭാഗിത്വം നഷ്ടപ്പെട്ടവന് അത് തിരികെ കൊടുക്കുന്നവന് ആവശ്യമായിരുന്നു. ഇരുട്ടിൽ അടയ്ക്കപ്പെട്ടിരുന്നവന് വെളിച്ചത്തിന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു. ബന്ധനസ്ഥൻ രക്ഷകനെ അന്വേഷിക്കുന്നു. കാരാഗ്രഹവാസി സഹായകനെ തേടുന്നു. അടിമത്വത്തിന്റെ മുഖം വഹിക്കുന്നവരായ നമ്മൾ വിമോചകനെ കാത്തിരിക്കുന്നു. ഇവയൊക്കെ ചെറിയ കാര്യങ്ങളോ നിസാരങ്ങളോ ആയിരുന്നോ? മനുഷ്യവർഗം അത്യന്തം ദുരിതപൂർണവും അസ്വസ്ഥവുമായ അവസ്ഥയിലായിരുന്നതിനാൽ മനുഷ്യരുടെ പക്കലേക്ക് ഇറങ്ങി വരാനും അവനെ സന്ദർശിക്കാനും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തെ പ്രേരിപ്പിച്ചില്ലേ? ഇനി മൂന്നാമത്തെ പോയിന്റ്, വചനം മാംസം ധരിച്ചത് അങ്ങനെ നാം ദൈവത്തിന്റെ സ്നേഹം ഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു. വചനം മാംസമായതിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ഉജ്ജ്വല പ്രകടനമാണ്. ഹിന്ദി ബൈബിളിൽ പറയുന്നത് ഈശ്വർ കാ പ്രേം കാ പ്രമാൺ പത്ര ദിയാ ഹേ. അതായത് പ്രമാൺ പത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ സർട്ടിഫിക്കറ്റ് എന്നാണ് അർത്ഥം. സർട്ടിഫിക്കറ്റ്, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇതാണ്. തൻ്റെ ഏകപുത്രനെ നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിപ്പിച്ചു. മനുഷ്യരും ദൈവവുമായി ശത്രുതയിലായിരിക്കുന്ന കാലം, എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന സമയത്ത്, അങ്ങനെ ദൈവവുമായിട്ട് ശത്രുതയിലായിരിക്കുന്ന മനുഷ്യവംശത്തിൽ ഒരാളായിട്ട് ദൈവം തന്നെ അവതരിച്ചു വന്നിരിക്കുന്നു. അവിടെയാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. ഇനി നാലാമത്, നമുക്ക് വിശുദ്ധിയുടെ മാതൃകയായിരിക്കാൻ വേണ്ടിയാണ് വചനം മാംസം ധരിച്ചത്. എൻ്റെ മുഖം വഹിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു.
എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. രൂപാന്തരീകരണം സംഭവിച്ച മലയിൽ വെച്ച് പിതാവ് ആഹ്വാനം ചെയ്യുന്നു, ഇവനെ ശ്രവിക്കുവിൻ. അഷ്ടസൗഭാഗ്യങ്ങളിലെ ആദർശ പുരുഷനും പുതിയ നിയമത്തിന്റെ മാനദണ്ഡവും അവിടുന്ന് തന്നെയാണ്. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവമാണ് പുതിയ നിയമം. ഒരു നിയമം ചട്ടവുമല്ല അവിടെ, മറിച്ച് ദൈവത്തിന്റെ സഹവാസമാണ്. അവിടുത്തെ മാതൃക പിന്തുടർന്ന് ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അവിടുത്തെ മാതൃക പിന്തുടർന്ന് തന്നെ തന്നെ ഫലപ്രദമായി അർപ്പിക്കുന്നതാണ് ഈ സ്നേഹം. ഇനി അഞ്ചാമത്തേതാണ് ഏറ്റവും മനോഹരവും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ, എങ്കിലും അത് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ വിശ്വാസത്തിന്റെ വളരെ കരുത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാക്കുകളാകാൻ വേണ്ടിയാണ് വചനം മാംസം ധരിച്ചത്. അഞ്ചാമത്തെ പോയിന്റ്, ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാക്കുകളാക്കാൻ വേണ്ടിയാണ്. ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിവൈൻ നേച്ചർ. ഇത് 2 പത്രോസ് 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവവചനം ശ്രദ്ധിക്കണം, ദൈവവചനം മനുഷ്യനായി, ദൈവപുത്രൻ മനുഷ്യപുത്രനായി. അതാണ് ദൈവവചനം മനുഷ്യനായി, ദൈവപുത്രൻ മനുഷ്യപുത്രനായി. എങ്ങനെയാണപ്പോ ദൈവപുത്രൻ മനുഷ്യപുത്രനായത്? ദൈവവചനം മനുഷ്യനായതിലൂടെ. അങ്ങനെയുള്ള ആ ദൈവവചനവുമായി ഐക്യപ്പെടുന്നതിലൂടെയും അങ്ങനെ ദത്തുപുത്ര സ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും മനുഷ്യൻ ദൈവപുത്രനായി തീരുന്നതിന് വേണ്ടിയാണിത്. ദൈവം വചനം മാംസമായതിലൂടെ ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാവുന്ന എങ്ങനെയാ? ദൈവവചനം മനുഷ്യനായി, ദൈവപുത്രൻ മനുഷ്യപുത്രനായി. ആ ദൈവപുത്രനെ മനുഷ്യപുത്രനാക്കിയ ദൈവവചനം, വചനം മാംസമായ വചനം ഇന്ന് നമ്മളാകുന്ന മനുഷ്യപുത്രനിൽ നിറയുമ്പോൾ, ആ വചനം മാംസമായ വചനം മനുഷ്യാവതാരം ചെയ്ത വചനം നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ മനുഷ്യപുത്രർ ദൈവപുത്രരായിട്ട് മാറുന്നു. അത് മനോഹരമാണ്. അതെ, വീണ്ടും പറയുകയാണ്, നമ്മൾ ദൈവങ്ങളായി തീരാനായി അവിടുന്ന് മനുഷ്യനായി. ഇത് വിശുദ്ധ അത്തനാസിയോസിന്റെ ഒരു പ്രബോധനമാണ്. നമ്മൾ ദൈവങ്ങളായി തീരാനായി, അതായത് നമ്മളിൽ ദൈവിക സ്വഭാവം നിറഞ്ഞു നിൽക്കുന്നവരായി. നമ്മുടെ കുർബാനയിൽ ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു. എന്നിട്ട് നമ്മൾ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, പിതാവ് പരിശുദ്ധനാകുന്നു, പുത്രൻ പരിശുദ്ധനാകുന്നു, പരിശുദ്ധാത്മാവ് പരിശുദ്ധ. പലർക്കും ഒരു സംശയം, എന്തിനാ അങ്ങനെ പറയണതിന്റെ അർത്ഥം? വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു. സ്നേഹമുള്ളവരെ, നമ്മളാകുന്ന ഈ ആരാധനാ സമൂഹം യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിലൂടെ ലഭിച്ച എല്ലാ യോഗ്യതകളിലൂടെയും ദൈവീകരിക്കപ്പെട്ട്, വിശുദ്ധീകരിക്കപ്പെട്ട്, നീതീകരിക്കപ്പെട്ട്, മഹത്വീകരിക്കപ്പെട്ട്, ജീവന്റെ അടയാളത്താൽ മുദ്രകുത്തിയിരിക്കുന്ന വിശുദ്ധരാണ് നമ്മൾ, ഈ സമൂഹത്തിലുള്ളവരെല്ലാവരും. ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ്. നമ്മളാണ് ആ വിശുദ്ധർ. എങ്ങനെ നമ്മൾ വിശുദ്ധരായിരിക്കുന്നു? പിതാവ് പരിശുദ്ധനാണ്, ആ പിതാവ് നമ്മുടെ കൂടെയുണ്ട്. പുത്രൻ പരിശുദ്ധനാണ്, ആ പുത്രൻ നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ റൂഹ പരിശുദ്ധനാണ്, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. എന്നിരുന്നാലും നമ്മളിൽ ഇനിയും വിശുദ്ധീകരണത്തിന്റെ പൂർണ്ണത സംഭവിച്ചിട്ടില്ലെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. അത് ഈ ദൈവം വചന മാംസമാകുന്നതിലൂടെയും മനുഷ്യാവതാരത്തിലൂടെയും യേശുവിന്റെ ജീവിതം നമ്മുടെ ജീവിതവുമായിട്ട് ലയിക്കുന്നതിലൂടെയും എന്ത് സംഭവിക്കുന്നു? നമ്മൾ ദൈവങ്ങളായി തീരാനായി അവിടുന്ന് മനുഷ്യനായി. തൻ്റെ ദൈവത്വത്തിൽ നമ്മളെ ഭാഗമാക്കുകളാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഏകപുത്രൻ നമ്മുടെ പ്രകൃതി സ്വീകരിച്ചു. മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി. സ്നേഹമുള്ളവരെ, വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായത്തിലും ഇത് തന്നെയാണ് സബ്ജക്റ്റ്.
അവിടെ പറയുന്നുണ്ട്, വചനം ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് എല്ലാ ജാതി മനുഷ്യരും അവനിലൂടെ ഉണ്ടായത്. മനുഷ്യർ ഹിന്ദുക്കളായാലും മുസ്ലിം, സിഖ്, പഞ്ചാബി, പാഴ്സി ആരായാലും അവരെല്ലാവരും സകലതും അവനിലൂടെ ഉണ്ടായി. അവനെ കൂടാതെ ഒന്നും ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉത്ഭവം മുതലേ ഈ വചനം മനുഷ്യരിൽ ഉണ്ട്. വാസ്തവത്തിൽ വചനം മാംസം റിഡംറ്റോറിസ് സ്പീച്ച് എന്ന ചാക്രിക ലേഖനത്തിൽ ദ യുണീക്നെസ് ആൻഡ് യൂണിവേഴ്സാലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അതായത് എങ്ങനെയാണ് ലോകം മുഴുവനും രക്ഷ ഉണ്ടാകുന്നതിൻ്റെ സൂചന തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായി. ആ വചനത്തിലൂടെയാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താ? വിശുദ്ധ യോഹന്നാന്റെ വാക്യത്തെ ആധാരമാക്കിയാണ് വചനം മാംസമായി നമ്മൾ പറയുന്നത്. മനുഷ്യപ്രകൃതിയിൽ മനുഷ്യരക്ഷാകർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി, കണ്ടോ, ദൈവത്തിന് രക്ഷാകർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി ദൈവം മനുഷ്യപ്രകൃതി സ്വീകരിച്ച് മനുഷ്യപ്രകൃതിയിൽ മനുഷ്യരക്ഷാകർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. പ്രൈസ് ദ ലോർഡ്. എന്ന സത്യം പ്രകാശിപ്പിക്കാൻ മനുഷ്യാവതാരം എന്ന സംജ്ഞ സഭ ഉപയോഗിക്കുന്നു. ദൈവം മനുഷ്യനായി പിറന്നതിലൂടെയാണ് മനുഷ്യരുടെ പ്രകൃതി ദൈവം സ്വീകരിച്ചുകൊണ്ട്, എന്തിനു വേണ്ടിയാണ്? ഈ മനുഷ്യപ്രകൃതിയിൽ മനുഷ്യരുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ വിമോചനം നടത്തുന്നതിനുള്ള സംവിധാനമാണ്. സ്നേഹമുള്ളവരെ, ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിലെ മറ്റൊരു രഹസ്യം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. വീണ്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ചിന്തിച്ചത് മഹത്വത്തെക്കുറിച്ചാണെങ്കിൽ, ഇതാ ഇവിടെയും ഈ ആഗമനകാലത്തും വചനം മാംസമായുന്നത് ദൈവത്തിന്റെ മഹത്വത്തിൽ നമ്മളെ പങ്കാളിയാക്കാൻ വേണ്ടി കൂടിയാണ്. ഈ മഹത്വം പഴയ നിയമകാലത്ത് ഇതുപോലെ വെളിപ്പെടുത്തിയിരുന്നില്ല. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചപ്പോൾ അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. മോശയോട് അന്ന് പറഞ്ഞു, എന്റെ മുന്നിലൂടെ ഞാൻ കടന്നു പോകും, എന്നാൽ എന്റെ മഹത്വം നീ കാണില്ല. ആ മോശ തന്നെ താബോർ മലയിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയും ഏലിയായും വന്നു, ഇതാ മഹത്വം ദർശിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ മനുഷ്യാവതാരത്തിലൂടെയാണ് ദൈവത്തിന്റെ മഹത്വം നമ്മൾ ദർശിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇത്രയും നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖന ഭാഗമാണ് നമ്മൾക്ക് ലേഖനമായിട്ട് ഇന്ന് കിട്ടിയിട്ടുള്ളതിൽ. അതിലെ പ്രധാന കാര്യം ഇതാണ്: ദൈവം വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ക്രിസ്തുവിന്റെ രഹസ്യം. സ്നേഹമുള്ളവരെ, നമ്മുടെ കാറ്റഗിസത്തിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, 108-ാമത്തെ ഖണ്ഡികയിലാണ് തോന്നുന്നു, 108-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ബുക്ക് റിലീജിയൻ, it is a religion of the word of God, not a mute word but a word incarnate. ക്രിസ്തു മതം എന്നത് ഒരു പുസ്തകത്തിന്റെ മതമല്ല, മറിച്ച് ദൈവവചനത്തിന്റെ മതമാണ്. വചനം ഒരു എഴുതപ്പെട്ട നിശബ്ദമായ ഒരു വചനമല്ല, മറിച്ച് ഇൻകാർനേറ്റ് ആൻഡ് ലിവിങ് വേർഡ്സ്. അതാണ് ഈ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. വചനം മാംസമായി ദൈവം മനുഷ്യരായി അവതരിച്ചതിൻ്റെ ആ വലിയ രഹസ്യമാണ്. ഇത് മനുഷ്യനെ മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ്. ഇത് മനസ്സിലാക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യം. മറിയത്തിന്റെ ഗർഭത്തിൽ പരിശുദ്ധാത്മാവും വചനവും കൂടി നിറഞ്ഞപ്പോൾ യേശു രൂപപ്പെട്ട പോലെ നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളിൽ അതേ വചനവും പരിശുദ്ധാത്മാവും ഈ മംഗളവാർത്ത കാലത്ത് നിറഞ്ഞ് രൂപപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ
ദൈവം മനുഷ്യാവതാരം ചെയ്യുന്ന അനുഭവം ഉണ്ടാവും. സ്നേഹമുള്ളവരെ, വചനം മാംസമാകുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കും. നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസും അതുപോലെയുള്ള നിരവധി വിശുദ്ധരുടെയും ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം എപ്പോഴാണ് ഉണ്ടായത്? ഒരു വചനം അവരെ സ്പർശിച്ചു. വിശുദ്ധ അഗസ്തീനോസ് 33 വയസ്സുവരെ മറ്റൊരു ചിന്താഗതിക്കാരനായിരുന്നു. അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വിശുദ്ധ അംബ്രോസുമായിട്ടുള്ള സംസാരത്തിൽ അവർ പറഞ്ഞു, വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു, ഞാനിങ്ങനെ സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ വിശുദ്ധ അംബ്രോസ് പറഞ്ഞു, മകനെ, സത്യത്തെ നീ അന്വേഷിച്ചത് കൊണ്ട് കാര്യമില്ല. സത്യം നിന്നെ അന്വേഷിക്കാൻ വിട്ടുകൊടുക്കണം. അതെങ്ങനെയാത്? സത്യം, ട്രൂത്ത് ഈസ് എ പേഴ്സൺ. സത്യം ഒരു വ്യക്തിയാണ്. ഈ ഒരു വചനം അഗസ്തീനോസിനെ ആകെ പാടെ മറിച്ചു. സത്യം ഒരു വ്യക്തിയാണ്. അതെവിടെ നിന്ന് കിട്ടിയാത്? അതാണ് ഈശോ പറഞ്ഞത്, ഞാനാകുന്നു. ഐ ആം ദ ട്രൂത്ത്. ഐ ആം. അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ അഗസ്തീനോസിനെ മദ്യപിച്ചുകൊണ്ടും പല രീതിയിലുള്ള പാപാവസ്ഥയിലായിരിക്കെ അഗസ്തീനോസ് കേൾക്കുകയാണ്, തുറന്നു വായിക്കുക. അങ്ങനെ തുറന്നപ്പോൾ ഒരു വചനം അഗസ്തീനോസിനെ സ്പർശിച്ചു. ആ വചനം അഗസ്തീനോസ് വായിച്ചപ്പോൾ അത് അദ്ദേഹത്തെക്കുറിച്ച് കർത്താവ് നേരിട്ട് പറയുന്നതായി തോന്നുകയും ശരിക്കും ഈ പറഞ്ഞ പോലെ വചനം മാംസമായ, അത് റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 11 മുതലുള്ള വചനങ്ങളാണത്. റോമർ 13-ാം അധ്യായത്തിൽ 11 വചനങ്ങൾ, അല്ലെങ്കിൽ 12 മുതൽ. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അഭീത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ഇത് തുടർന്ന് വായിച്ചപ്പോ അഗസ്തീനോസ് സ്തബ്ധനായി. ഇതെന്നെ കുറിച്ചാണല്ലോ പറയണേ, ഇതെന്റെ കാര്യമാണല്ലോ എന്നതിനേക്കാൾ ഉപരി ഈ വചനം ഇരുതല വാളിനേക്കാൾ ശക്തമായി അഗസ്തീനോസിന്റെ ഹൃദയത്തിൽ തറച്ച് ഇതാ വചനം മാംസമായി. അതിനുശേഷം ഈ പറഞ്ഞ ഒരു കാര്യവും അഗസ്തീനോസിന് ചെയ്യാൻ പറ്റുന്നില്ല. വചനം മാംസമായി. അഗസ്തീനോസ് സുഖലോലുപതയിൽ ജീവിക്കുകയും ഭോഗാസക്തിയിൽ ജീവിക്കുകയും ഒരു സ്ത്രീയുടെ കൂടെ കുറച്ച് സമയം ജീവിക്കുകയും അതിനൊരു കുഞ്ഞ് തന്നെ ഉണ്ടായിരുന്നിട്ടും അഗസ്തീനോസിനോട് കർത്താവിന്റെ കരുണയും ദയയും കൃപയും നദി പൊട്ടി ഒഴുകി. പിന്നീട് ആ സ്ത്രീയെ കണ്ടപ്പോൾ അവൾ വന്നിട്ട് പറഞ്ഞു, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിപ്പോകുന്നത്? ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്ന ആ സ്ത്രീ തന്നെയാണ്, എനിക്കൊരു മാറ്റവുമില്ല. അപ്പോഴാണ് അഗസ്തീനോസ് പറഞ്ഞത്, ക്ഷമിക്കണം, പക്ഷെ ഞാൻ മാറിപ്പോയി. ഐ ആം നോട്ട് ദ ഓൾഡ് അഗസ്റ്റിൻ. അവൾ പറഞ്ഞു, ഐ ആം ദ ഓൾഡ് വുമൺ, ഐ ആം യുവർ ഓൾഡ് ഫ്രണ്ട്. അപ്പൊ അഗസ്തീനോസ് പറയാണ്, നോ, ബട്ട് ഐ ആം നോട്ട് ദ ഓൾഡ് അഗസ്റ്റിൻ. എന്തുപറ്റി? ഈ വചനം അഗസ്റ്റിയിൽ മാംസം ധരിച്ചു. സ്നേഹമുള്ളവരെ, ഈ മംഗളവാർത്ത കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വചനം മാംസമാകട്ടെ. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ മാലാഖ തന്നെ അർത്ഥവത്തായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയും, കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ. ഇതാണ് മനുഷ്യാവതാര രഹസ്യം. ഈ മനുഷ്യാവതാര രഹസ്യം നമ്മൾ ഓരോരുത്തരിലും അവതരിക്കുന്നത് ദൈവം തന്നെയായ വചനം നമ്മളിൽ മാംസം ധരിക്കുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ ഉടനീളം ഇതേ ആശയമാണ്. നമ്മളെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി. നമ്മളെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ഇനിഷ്യേഷൻ, ദൈവത്തിന്റെ മുൻകൈ എടുക്കലാണ് വചനം മാംസമാകുന്നതിലൂടെ
പരിശുദ്ധാത്മാവിലൂടെ ആഗമനത്തിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ബോധ്യത്തോടെ ഈ പിറവിക്കാലം നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒരു പുതിയ ജീവിതം ആകാൻ വേണ്ടി നമ്മൾ ദാഹിച്ചുകൊണ്ട് ഈ വചനം മാംസമാകുന്നതിന് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ തന്നെ നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.